നമസ്കാരം. പിണറായി വിജയൻ നിരപരാധിയാണ്. വീണ വിജയൻ വഴിവിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്തിമമായി തങ്ങൾക്ക് വിജയമുണ്ടാകും. തങ്ങളെ രാഷ്ട്രീയമായി നിഷ്കാസനം ചെയ്യാൻ വേണ്ടി മകളെ ബുദ്ധിമുട്ടിക്കുന്നു, അതിലൂടെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നു, പാർട്ടി അണികളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വശത്ത് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിട്ടുള്ള CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് വെറുമൊരു മാസപ്പടി കേസല്ല. ആ കേസിന്റെ ചില ഭാഗങ്ങൾ തന്നെയാണ് പിണറായി വിജയന് അധികാരം നഷ്ടപ്പെടുത്തിയതും ഒരുപക്ഷെ പാർട്ടി തന്നെ ഈ CPM കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ തുടർഭരണം കിട്ടിയിട്ടുള്ള CPM ഒരു പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, തുടർഭരണം കിട്ടിയിട്ടുള്ള ഒരു കക്ഷി ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതിന്റെ പ്രധാന കാരണവും ഈ CMRL എക്സാലോജിക്ക് വിവാദ ഇടപാടായിരിക്കും. ഈ ഇടപാടിനെ ഇത് ശരിയാണ്, ഇത് നേരായ മാർഗത്തിലൂടെയാണ്, കച്ചവടമാണ്, അല്ലാതെ മറ്റു വഴിവിട്ട ഒരു ഇടപാടുമില്ല എന്ന് സമർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ചില ചോദ്യങ്ങൾ വെക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ശ്രമിക്കണം. ഒരു തർക്കത്തിനോ വഴക്കിനോ അല്ല. കാരണം ഈ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് സഖാവ് പിണറായി വിജയനും വീണ വിജയനും ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പോൾ വീണ വിജയനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അടുത്ത പടി അത് സഖാവ് പിണറായി വിജയനിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിണറായി വിജയനും അറസ്റ്റ് ചെയ്യപ്പെടും. വീണ വിജയൻ അഴിക്കുള്ളിലാകപ്പെട്ടാൽ പിണറായി വിജയനും ഒപ്പം അഴിക്കുള്ളിലാകും. അതാണ് ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഇനി ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഇതൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമാണ്, അവരുടെ കൈകൾ സംശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരലാണ്. അല്ലാതെ ഇതിന്റെ താഴെ വന്ന് തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിൽ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടികൾ വേണം. ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് വിവാദം വെറും ഒരു മാസപ്പടി ആരോപണമല്ല. അത്തരത്തിലുള്ള മാസപ്പടി ആരോപണത്തിനപ്പുറം അധികാര കേന്ദ്രീകരണത്തിന്റെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിന്റെ ഒക്കെ വ്യക്തമായിട്ടുള്ള ശൃംഖല അതിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകാതെയാണ് 2017-നും 2020-നും ഇടയിൽ 1,72,00,000 രൂപ CMRL നൽകിയത് എന്നുള്ള ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ വിവാദത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഈ ഇടപാടുകളെ കുറിച്ച് നിലവിൽ SFIO, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വളരെ വിശദമായ അന്വേഷണം നടത്തി വരികയുമാണ്. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടിന് പിന്നിലെ താല്പര്യ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ കുറിച്ചും വൈരുദ്ധാത്മിക ഭൗതിക ശാസ്ത്രം എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നതുപോലെ വൈരുദ്ധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സംസ്ഥാനത്തെ ഭരണപരമായിട്ടുള്ള പല വകുപ്പ് മാറ്റങ്ങളും, ചില നിയമനങ്ങളും എന്ന് മനസ്സിലാക്കണം. ഈ വകുപ്പ് മാറ്റങ്ങളും ഈ നിയമനങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട സഖാക്കൾ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ വിശദീകരിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക്, മലയാളികൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. PK ശ്രീമതി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുമ്പ് VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്താണ്. ആ വകുപ്പ് പിന്നീട് KK ശൈലജ ടീച്ചർക്ക് ലഭിച്ചു. ശൈലജ ടീച്ചറിന്റെ ആരോഗ്യവകുപ്പിന്റെ കീഴിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതല 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ, മനസ്സിലാക്കണം, മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ട്, മുഖ്യമന്ത്രി നേരിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്തോളാം, മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാക്കി അങ്ങോട്ട് മാറ്റി. അതായത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന് കീഴിലേക്ക് ഈ ബോർഡിനെ അങ്ങോട്ട് മാറ്റിയതോടെ അതിന്റെ പൂർണ്ണ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ, അതായത് സഖാവ് പിണറായി വിജയന്റെ കൈകളിലായി. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ, എത്രയോ പ്രക്ഷോഭങ്ങൾ, അതുപോലെ എത്രയെത്ര നിയമ നടപടികൾ, അത്തരത്തിൽ പ്രക്ഷോഭങ്ങളും നിയമ നടപടികളും ഒക്കെ നേരിടുന്നതും അവരുടെ പ്രവർത്തന അനുമതിക്കായി നിരന്തരം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി കാത്തിരിക്കുന്ന, അങ്ങനെ അനുമതികൾ ആവശ്യമുള്ള കരിമണൽ രാസ വ്യവസായ കമ്പനിയായിരുന്നു CMRL. നിയമലംഘനങ്ങളുടെ പേരിൽ കരിമ്പട്ടികയിൽപ്പെടുത്താൻ പോലും സാധ്യതയുള്ള അത്തരമൊരു സ്വകാര്യ കമ്പനിയെ നിരീക്ഷിക്കേണ്ട ബോർഡ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലായതിന് തൊട്ടു പിന്നാലെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നവീൻ ടി നിയമിതനാകുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കപ്പെട്ട നവീൻ ടി ആരാണ് എന്നറിയുമ്പോഴാണ് ഈ വൈരുദ്ധ്യം മനസ്സിലാകുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ സഹോദരിയുടെ മകനാണ്. അതായത് അവരുടെ, നമ്മുടെ മലബാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇളയച്ചിയുടെ മകനാണ് എന്നുള്ളത് ഈ താല്പര്യത്തിന്റെ, എന്തിനാണ് അവിടെ നിയമിച്ചത് എന്നതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് മലിനീകരണ ബോർഡിന് എതിരെ വരുന്ന കേസുകളിലും
കമ്പനിയുടെ നിയമലംഘനങ്ങൾ വരുമ്പോഴും ഒക്കെ നിയമോപദേശം നൽകേണ്ടത്, കോടതിയിൽ ബോർഡിനെ പ്രതിനിധീകരിക്കേണ്ടത് ഒക്കെ ഈ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അച്ഛന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വകുപ്പ്, ആ വകുപ്പിന്റെ കർശനമായ നിരീക്ഷണത്തിലും അനുമതിയിലും മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വകാര്യ കമ്പനി, ആ കമ്പനിയുടെ നിയമലംഘനങ്ങളിൽ നിയമോപദേശം നൽകേണ്ട ബോർഡിന്റെ അഭിഭാഷകനായി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ സഹോദരപുത്രൻ വരിക. ഒടുവിൽ ഇതേ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കും പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയുടെ കരാർ ലഭിക്കുക. ഈ 4 ഘട്ടങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു വ്യക്തമായ പരസ്പര സഹായ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പരസ്പര സഹായ ശൃംഖലയാണ് എന്ന് ഉയർന്നു വരുന്ന ആ പ്രധാന ആക്ഷേപത്തിന്റെ ഉത്തരമാകും. ഇല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ ഈ കൂട്ടിയിണക്കാൻ കഴിയുന്നത്? ഈ അധികാര കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്ന ഭരണപക്ഷത്തിന്റെ വാദങ്ങളെ മറികടന്ന് അന്വേഷണ ഏജൻസികൾ ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉറവിടവും സ്വാധീനവും ഒക്കെ കണ്ടെത്താൻ വേണ്ടി വിശദമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. വെറുതെ പെട്ടിയും പക്കണവും എടുത്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പിണറായിയുടെയും കുടുംബത്തിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി, അവരെ സ്വസ്ഥത തകർക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി തിരിച്ചതല്ല. ഇത്തരത്തിൽ വീണ വിജയനെതിരെയുള്ള ഇഡി അന്വേഷണത്തിന്റെ പശ്ചാത്തലം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നേരിട്ട് കയർ നീളുന്ന തരത്തിൽ ശക്തമാകുമ്പോൾ ഇതിന്റെ മറ്റൊരു വശത്ത് മറ്റൊരു രാഷ്ട്രീയ വൈരുദ്ധ്യമുണ്ട്. അതായത് മുകൾ തട്ടിലുള്ള നേതാക്കന്മാർ അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മറ്റ് ബന്ധുമിത്രാദികൾക്കും കുടുംബാദികൾക്കും ഒക്കെ കോടികളുടെ മാസപ്പടിയും കരാറുകളും ഒക്കെ ലഭിക്കുന്നു. അവരുടെ ജീവിതം സുഖം. മറുവശത്ത് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് വിശ്വസിച്ച് യഥാർത്ഥ വസ്തുതകൾ അറിയാതെ തെരുവിലിറങ്ങി ഇഡിയെ തല്ലുന്ന സാധാരണക്കാരായ അണികള്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്ന മട്ടിൽ പ്രചരിപ്പിച്ച്, നേതാക്കൾ അങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ പ്രചരിപ്പിച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ വീട് റെയ്ഡ് നടത്താൻ വേണ്ടി വന്ന ഇഡി ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരെ പിണറായി വിജയനെ ഇഡി റെയ്ഡ് ചെയ്യുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ച് നേതാക്കൾ എല്ലാവരും കൂടി അവർ പറഞ്ഞനുസരിച്ച് വന്ന് ഈ പറഞ്ഞ സാധുക്കൾ കുറച്ചുപേർ 100-300 പേര് വന്നു. നേതാക്കൾ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്ന ഇവർ ഇഡിയുടെ കാർ വന്ന വാഹനങ്ങൾ 3 വാഹനങ്ങൾ അടിച്ചു പൊളിച്ചു. അതിൽ 1 കാർ വിടുപൊടിയാക്കി വന്ന ഇഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. അവരുടെ ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിച്ചു. ഇന്ന് അവർ എവിടെയാണ്? 100-300 പേരുടെ പേരിൽ കേസുണ്ട്. അതിൽ 10-26 പേർ സ്പോട്ടിൽ അകത്തായിരുന്നു. ജാമ്യം കിട്ടാതെ ഇപ്പോഴും അവിടെ കിടക്കണം. അതായത് ഈ നേതാക്കൾ ഇത്തരത്തിൽ കോഴകൾ വാങ്ങി AC-യിൽ സൂക്ഷിച്ചു കഴിയുമ്പോൾ ഈ പാവങ്ങൾ ജയിലിൽ കൊതുകടി കൊണ്ട് കിടക്കുന്നു. ഈ സ്കൂൾ തുറന്ന സമയത്തും അവിടെ വീട്ടിൽ പലരുടെയും വീടുകളിൽ നേരത്തെ കണ്ടതാണ്, ശിവൻകുട്ടി മന്ത്രി പോയപ്പോൾ കണ്ടതാ, പലരും അവിടെ കിടക്കുന്നുണ്ട്, സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അവരെ നോക്കാൻ ആളില്ല. അവരുടെ വരുമാന സ്രോതസ്സാണ് ജയിലഴിക്കുള്ളിലായിപ്പോയത്. അതായത് പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് പല കുടുംബം. അതിലെ നാഥനെ പാർട്ടിയുടെ പേരിൽ പിടിച്ചകത്താക്കിയപ്പോൾ ആ കുടുംബം വഴിയാധാരമാകുന്ന, ജീവിതത്തിൽ അത്യന്തം ദുരന്തമാകുന്ന ഒരവസ്ഥയെത്തി. നോക്കൂ, ഇഡിയെ തല്ലിയ സാധാരണക്കാരായ അണികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതീവ ദയനീയമാണ്. പാർട്ടിക്ക് വേണ്ടിയും നേതാക്കളെ സംരക്ഷിക്കാനും വേണ്ടി നിയമം കയ്യിലെടുത്ത് പൊതുമുതൽ നശിപ്പിച്ചും ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിച്ചും ഒക്കെ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്നവരും ഇനിയുള്ള ദിവസങ്ങളിൽ ജയിലിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരും ഈ രാഷ്ട്രീയ നാടകത്തിലെ വെറും കരുക്കൾ മാത്രമായി മാറുകയാണ്, അല്ലെങ്കിൽ തങ്ങൾ വെറും കരുക്കൾ മാത്രമാണ് എന്ന് അവർ മനസ്സിലാക്കണം. കോടികൾ കൈപ്പറ്റിയ നേതാക്കള് നിയമത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ആ പിന്തുണയോടെ, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു സംരക്ഷണത്തിൽ, അല്ലെങ്കിൽ പിടിക്കപ്പെടില്ല എന്ന ഒരു ധാരണയിൽ അവരുടെ പണവും പത്രാസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് AC മുറികളിൽ സുരക്ഷിതനായിരിക്കുമ്പോൾ അവർക്കായി തെരുവിൽ ചോര ചിന്തിയ സാധാരണ അണികളുണ്ട്. ആ അണികളുടെ കുടുംബങ്ങൾ ഇന്ന് കടുത്ത ദാരിദ്ര്യത്തിലും കടുത്ത മാനസിക വിഷമത്തിലുമാണ് എന്ന് മനസ്സിലാക്കണം. വീട്ടിലെ ഏക വരുമാനദായകനായ മകൻ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു പിതാവ്, അവർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ പ്രകാരം ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടതോടെ ആ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതം വളരെ വലിയ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കണം. കേസ് നടത്താനുള്ള ഭീമമായ ചെലവ് വേറെ, സാമൂഹ്യമായ ഒറ്റപ്പെടൽ വേറെ, ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. തങ്ങളുടെ വലിയ നേതാക്കൾ, തങ്ങൾ ബഹുമാനിക്കുന്ന വലിയ വമ്പൻ സ്രാവുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ നേതാക്കളുടെ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ മുന്നിൽ ബലിയാടുകളാക്കപ്പെടുന്ന അണികളുടെ ഈ ദുരിതാവസ്ഥ ഉണ്ടല്ലോ, ഈ ദുരിതാവസ്ഥ ഭരണവർഗത്തിന്റെ കോടികളുടെ ഇടപാടുകളുമായി കൂട്ടിവായിക്കുമ്പോൾ സമകാലിക കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. ഇവിടെയാണ് നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. പിണറായി വിജയനിലേക്ക്, വീണ വിജയനിലേക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ എത്താതിരിക്കുക? ഈ കേസ് അന്വേഷിക്കണ്ടേ? Different angles. Don't forget to subscribe and support this channel.